ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിലമ്പൂരത്തെ തേക്ക് മ്യൂസിയത്തിലാട്ടോ. ഒരിക്കൽ ഞാൻ വന്നതാണ്, 2000 ഞാനൊന്ന് വന്നതാണ്. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് മാത്രം വന്നതാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ടാട്ടോ, കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. 1995 സ്ഥാപിതമായ ഈ മ്യൂസിയം ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയം ആണെന്നാട്ടോ അറിയപ്പെടുന്നത്. സന്ദർശകർക്ക് ഇവിടെ എത്തിച്ചേരുന്നതിനായിട്ട് നിലമ്പൂർ ടൗണിൽ നിന്ന് ഊട്ടി റോഡിലൂടെ ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. പ്രവേശന കവാടത്തിന്റെ മുന്നിലായി തന്നെ ഒരു തേക്കിന്റെ കുറ്റി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പാകത്തിന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് 20 രൂപയുടെ ഒരു പാസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പാദരക്ഷകളെല്ലാം പുറത്തിടേണ്ടതാണ്, ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തേക്കിന്റെ ചുവട് ഭാഗം നമുക്ക് കാണാൻ പാകത്തിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും നമ്മുടെ ബാഗിൽ കാണാൻ പാടില്ല. അത് പ്രത്യേകം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും നമ്മുടെ കൈവശം സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് വലതുവശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗം, അതായത് ഒരു തേക്കിന്റെ വളർച്ച എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഡിസ്പ്ലേ ആണ്. അതായത് ചെറുത് മുതൽ വലുത് വരെ എത്തുന്ന രീതിയിലുള്ള തേക്കിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാട്ടോ. അതായത് കോട്ടയത്തെ നഗരംപാറ വനമേഖലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 480 വർഷം പഴക്കമുള്ള ഒരു വലിയ തേക്കിന്റെ കുറ്റി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നിൽക്കുന്ന പിള്ളേരുടെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം അതാണ് കേട്ടോ, ആ തേക്കിന്റെ കുറ്റിയാണ്. അത് ഓരോ വർഷവും എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടൊരു രൂപരേഖ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു അടുക്കുകൾ വരുന്നതനുസരിച്ചാണ് അതിൻ്റെ ഓരോ വർഷങ്ങളും കണക്കാക്കപ്പെടുന്നത്. 1542 ഈ തേക്ക് ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള രേഖകളെല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം. അതായത് ഇവിടെ ഈ മ്യൂസിയം വരുന്നതിന് മുമ്പ് തന്നെ, അതായത് 1846 നിലമ്പൂർ തേക്കിൻതോട്ടം വന്നത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. അന്നത്തെ കാലത്ത് മലബാർ കളക്ടറായിരുന്ന കൊണോലിയും അതുപോലെ ശ്രീ ചാത്തുമേനോനും കൂടിയാണ് ഇവിടെ ഒരു വനപരിപാലന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ കൊണോളീസ് പ്ലോട്ട് എന്നറിയപ്പെടുന്ന ഒരു തേക്കിൻ തോട്ടം ഇവിടെ രൂപീകരിച്ചു. അത് 1500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ തുടക്കം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടങ്ങളിൽ ഒന്നായിട്ടാണ് കേട്ടോ ഈ തേക്കിൻ തോട്ടത്തെ കണക്കാക്കപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ബോംബെയിലെ നേവൽ ഡോക്യാർഡിലെ കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ തേക്കുകളെല്ലാം സംഭരിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ തേക്കുകൾ വെട്ടിക്കൊണ്ടുപോകുന്നതിന് പകരമായിട്ടാണ് ഇവിടെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു തോട്ടം തുടങ്ങാനുള്ള പദ്ധതിക്ക് ഇവർ തുടക്കം കുറിച്ചത് തന്നെ. പ്രാരംഭകാലത്ത് 1500 ഏക്കറിൽ വ്യാപിച്ചു കിടന്നിരുന്ന തേക്കിൻതോട്ടം ഇന്ന് ഗണ്യമായ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് 14.8 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരുന്ന ഈ തോട്ടം ഇപ്പം 5.7 ഏക്കറായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. മ്യൂസിയത്തിനുള്ളിലെ ചാത്തുമേനോന്റെയും അതുപോലെ കൊണോളിയുടെയും എല്ലാം ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റു ചില വൃക്ഷങ്ങളുടെ എല്ലാം കുറ്റികളും അതിൻ്റെ പഴക്കങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ഡിസ്പ്ലേകളും ഇവിടെയുണ്ട്. അതുപോലെ വിവിധ തരം തേക്കുകളുടെ വിത്തിനങ്ങൾ, അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിനെ ആക്രമിക്കുന്ന ഷഡ്പഥങ്ങൾ, തേക്ക് കൊണ്ടുണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ തരം സാധനങ്ങൾ, ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 1993 ഈ മേഖലയെ ഒരു ഗവേഷണ മേഖലയായിട്ട് കണക്കാക്കി കൊണോളീസ് പ്ലോട്ടിനെ ഒരു സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പഴക്കം ചെന്ന തേക്കുമരമായിട്ട് കണക്കാക്കപ്പെടുന്ന കന്നിമാരി എന്ന തേക്കും അതുപോലെ ചാത്തുമേനോനെ അടക്കം ചെയ്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് സംരക്ഷിച്ചു പോരുന്നത്. തേക്കിന് പുറമെ മഹാഗണി തോട്ടമുണ്ട്, അതുപോലെ മുളയുടെ തോട്ടങ്ങളുണ്ട്, റോസ് വുഡിന്റെ തോട്ടങ്ങളെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മ്യൂസിയത്തെ കൂടാതെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അതുപോലെ കുട്ടികൾക്കുള്ള പാർക്കുകളെല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.